ഇനിയിപ്പോ പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദ് പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ ഉസ്താദ് വന്നാട്ടെ. ഹായ് ഗായ്സ്, ഹോസ്പിറ്റലിൽ ചാവാൻ കിടക്കുന്ന എന്റെ അപ്പൂപ്പനെ കാണാൻ പോകുന്നതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? എന്തോന്നാ ഹായ് ഗായ്സ്, ഹോസ്പിറ്റലിൽ ചാവാൻ കിടക്കുന്ന എന്റെ അപ്പൂപ്പനെ കാണാൻ പോകുന്നതിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പൂപ്പനെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മെന്റലി ഫ്രൈഡ് എന്നുള്ള ടീഷർട്ട് ചൂസ് ചെയ്തത്. 117 തരം ഭ്രാന്തുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇത് 118ാമത്തതാ. ഞാനൊരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ പെട്ടെന്ന് അല്ലെങ്കിൽ അപ്പൂപ്പൻ തട്ടിപ്പോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിട്ടു. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. അമ്മൂമ്മ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ഇട്ട് കൊടുത്തിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. അമ്മൂമ്മ നന്നായി മുറുക്കാൻ ചവച്ചിരുന്നതുകൊണ്ട് ഒരു നാച്ചുറൽ റെഡ്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അസുഖം വന്ന് ചാവാറായപ്പോൾ ഡോക്ടർ മുറുക്കാൻ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് ന്യൂ ജനറേഷൻ. ഹെയർ ഞാനൊരു സ്ലിക്ക് ബാക്ക് ലുക്കാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അപ്പൂപ്പൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ സ്റ്റാർ ആവുമല്ലോ, അതുകൊണ്ട് ഞാനൊരു സ്റ്റാർ വെക്കാന്ന് വിചാരിച്ചു. അമ്മമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു സ്റ്റാറും കൂടെ ഞാൻ വെച്ചു. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ബാക്കി ആവശ്യമുള്ള മേക്കപ്പ് സാധനങ്ങൾ ഞാൻ എന്റെ ഈ ബാഗിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പന്റെ ഷർട്ട് ഷെഡി കേട്ട് മറ്റൊരു ബാഗ്. അപ്പൊ അടുത്ത അപ്പൂപ്പന്റെ 16-ന് കാണാം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.